എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ സിക്കിം യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഗാങ്ടോക്ക് സിറ്റി ടൂറാണ്. ഗാങ്ടോക്ക് നഗരത്തിലെ ഒരു ടൂർ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സ്ഥിരമായി പോകാറുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. ആ ദിവസത്തെ ആദ്യത്തെ സന്ദർശനം ഗോങ്ജാങ് മൊണാസ്ട്രിയിലേക്കായിരുന്നു. ഗാങ്ടോക്കിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് ബോജോഹാരി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതിന് വളരെ അടുത്ത് തന്നെയാണ് ഈ മൊണാസ്ട്രി. ഒരു ചെറിയ മൊണാസ്ട്രിയാണ്, എന്നാൽ വളരെ ശാന്തമായ സമാധാനമുള്ളൊരു സ്ഥലം. അന്നത്തെ ഇറ്റിനറിയിൽ വീണ്ടും 1-2 മൊണാസ്ട്രികളൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല. അല്ലെങ്കിൽ തന്നെ ഭൂട്ടാനിൽ പോയി വന്നതിന് ശേഷം ഒരുമാതിരി മൊണാസ്ട്രികളുടെ ഉൾഭാഗമൊക്കെ നമുക്ക് പരിചയമാണ്. അപ്പോൾ ആദ്യത്തെ സ്ഥലം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഇടത്തിലേക്ക്. അടുത്തത് താഷി വ്യൂ പോയിൻ്റ്. ഇത് ഒരു സ്ഥിരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഗാങ്ടോക്കിൽ. കുറച്ച് ഉയരത്തിലുള്ള സ്ഥലമായത് കാരണം കാഞ്ചൻജംഗയുടെ ഒരു വളരെ ഭംഗിയുള്ള വ്യൂ കിട്ടുന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. സിക്കിമിലെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഇവിടെ പറ്റും. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അവരുടെ കൾച്ചറിനെ സ്വാധീനിക്കുന്ന ആ ഡ്രസ്സുകളിട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ. ഞങ്ങളുടെ സുന്ദരി കുട്ടികളും സിക്കിമീസ് വേഷമൊക്കെ ഇട്ട് ആ മാലയൊക്കെ ധരിച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ നിന്നിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ വേഷമൊക്കെ കാണാനായിട്ട്. ബൈനോക്കുലർ വ്യൂവിൽ നമുക്ക് അവിടുത്തെ കാഞ്ചൻജംഗയിലെ സ്ഥലങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് സൂമിൻ ചെയ്ത് കാണിച്ചു തരും. അതിന് 150 രൂപയാണ് ചാർജ്. മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താഷി വ്യൂ പോയിൻറ്റിലേത്. അടുത്തതൊരു പ്ലാന്റ് കൺസർവേറ്ററിയാണ്. പല നിറത്തിലുള്ള പല സ്പീഷീസിലുള്ള പൂക്കൾ ഇങ്ങനെ അടുക്കി നിർത്തി വെച്ചിട്ടുണ്ട്. പലയിടത്തും അതിൻ്റെ പേരുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ തണുപ്പുള്ള പ്രദേശത്ത് സൂര്യപ്രകാശം വരുമ്പോഴേക്കും പൂക്കൾക്ക് നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടിലും നിറം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് മുൻപും. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സന്ദർശകരും വളരെ കുറവായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല നോക്കാനും കാണാനും. ആ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് വാങ്ങിക്കാൻ ആൾക്കാരും അതിന് പരിസരത്ത് കുറച്ച് പേരും ഉണ്ടെന്നൊഴികെ കുറേ നടന്നു കാണാനുള്ള സ്ഥലങ്ങളും അതിനകത്ത് ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു തോന്നി. ഒരു ഗണപതിയുടെയും വേറൊരു ഹനുമാൻ്റെ അമ്പലം, അതൊരു സ്ഥിരം സ്പോട്ടാണ്. ഞങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് പോന്നു. അടുത്തതും ഒരു ബുദ്ധവിഹാരത്തിലേക്കുള്ള സന്ദർശനം തന്നെയായിരുന്നു എൻജെ മൊണാസ്ട്രി. ഗാങ്ടോക്കിലെ ഏറ്റവും പ്രസിദ്ധമായ മൊണാസ്ട്രികളിലൊന്നാണ്. നമ്മൾ അകത്തോട്ട് ടിക്കറ്റ് എടുത്ത് പ്രവേശനത്തിന് പോകുമ്പോൾ തന്നെ 2 സൈഡിലും പ്രയർ വീൽസ് ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇവ തിരിച്ചുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് വേണം ഈ പ്രയർ വീൽസ് തിരിക്കാനെന്നാണ് പറയുന്നത്. സിക്കിമിലെ ബുദ്ധവിഹാരങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരേ സ്ട്രക്ചറൊക്കെ തന്നെയാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ ശാന്തവും സമാധാനവുമായ അന്തരീക്ഷം. അകത്ത് കയറിയാൽ തന്നെ ആ ധൂപങ്ങളുടെ ഒരു ഗന്ധവും മെഡിറ്റേഷനൊക്കെ ഒരു പറ്റിയ അറ്റ്മോസ്ഫിയർ തന്നെ. എല്ലാ മൊണാസ്ട്രികളോടും ചേർന്ന് മനോഹരങ്ങളായ പൂന്തോട്ടങ്ങളും ലൈബ്രറികളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എൻജെ മൊണാസ്ട്രിയിലെ ലൈബ്രറി വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറഞ്ഞു കേട്ടു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക്. അടുത്തതായി പോയത് ഒരു കുട്ടി വെള്ളച്ചാട്ടം കാണാനാണ്, ബക്താങ് വാട്ടർഫോൾസ്. ഇതും നമ്മുടെ താമസ സ്ഥലത്തിനോട് വളരെ അടുത്തായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ഈ പരിസരത്തൂടെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ സിപ്പ് ലൈൻ, അങ്ങനത്തെ ചിലർ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് അത് വളരെ പ്രിയപ്പെട്ടു. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ സിപ്പ് ലൈൻ, എന്നാലും കുഞ്ഞുങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതും ഒരു സ്ഥിരം ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ പക്ഷേ പതിവിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ മൊണാസ്ട്രികളിലൊക്കെ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അന്നത്തെ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു അടുത്തത് ബെൻജാക്രി വാട്ടർഫോൾസ്. ഇവിടെ പല പല സംഗതികളുള്ള ഒരു സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുമാത്രമല്ല ആ വെള്ളച്ചാട്ടം തന്നെ വളരെ ഭംഗിയാണ്. അത് ആൾക്കാർക്ക് കാണാനും അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യത്തക്ക രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ആ സ്ഥലമെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരുപാട് നേരം നമുക്ക് അവിടെ ഇരിക്കാം. വേണമെങ്കിൽ ഒരു ദിവസം പകുതി നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും, പലതരം ആക്ടിവിറ്റീസൊക്കെ ഉള്ളത് കാരണം. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് അവിടെ നിന്നായിരുന്നു. അത് പക്ഷേ അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല, വളരെ താമസിച്ചു. എന്നാലും ആ വാട്ടർഫോൾസ് അതീവ ഭംഗിയുള്ളത് തന്നെ.
അന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചത് ഗാങ്ടോക്കിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസായ MG മാർഗിലെത്തിയാണ്. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരു MG റോഡോ MG മാർഗോ ഒക്കെ ഉണ്ടാവുന്നുള്ള കാര്യം നമുക്കിപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനുള്ളിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, സിക്കിമിൻ്റെ സ്റ്റേറ്റ്ഹുഡിൻ്റെ 50ാം വാർഷികം, അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുകയായിരുന്നു. സിക്കിം പബ്ലിക് സർവീസ് കമ്മീഷന് മുമ്പിലൂടെയാണ് നമ്മൾ പോയത്. ഒരുപാട് വിശേഷപ്പെട്ട ബ്രാൻഡുകളുടെയും അതുപോലെ സിക്കിമിലെ തനതായ ഐറ്റംസിൻ്റെയും ഒരുപാട് സുവനീറുകളുടെയൊക്കെ ഷോപ്പുകൾ ഗാങ്ടോക്കിലെ ഈ MG മാർഗിലുണ്ട്. 1-2 നല്ല ബേക്കറികളും കഫേകളും കൂടെ ഉണ്ട്. എപ്പോഴും വളരെ ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ് MG മാർഗ് എന്ന് പറയുന്നത്. ഒരു ദിവസമല്ല, 2 ദിവസം ഞങ്ങൾ ശരിക്കും MG മാർഗിൽ പോയി. 2ാമത്തെ ദിവസം അവിടെ ചെന്നപ്പോൾ കുറേ സാംസ്കാരിക പരിപാടികളൊക്കെ ആയിരുന്നു. ആദ്യത്തെ ദിവസം മിലിറ്ററിയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഷോ ആയിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അതൊക്കെ കണ്ട് സന്തോഷിച്ചിട്ടാണ് നമ്മൾ തിരികെ വന്നത്. കൂട്ടത്തിൽ പറ്റിയൊരു അബദ്ധം കൂടെ പറയട്ടെ. കുറേ ഗിഫ്റ്റുകളും സുവനീറുകളൊക്കെ വാങ്ങിച്ചിട്ട് ടാക്സിയിൽ അതെല്ലാം വെച്ച് മറന്നിട്ടാണ് ഹോട്ടലിലെത്തിയത്. പിന്നെ ഒരു പൊടി പോലും കിട്ടിയില്ല. ഇത്രയാണ് ഗാങ്ടോക്ക് സിറ്റി ടൂറിനെ പറ്റി പറയാറുള്ളത്. ബെഞ്ചാക്രി വാട്ടർഫോൾ സൂപ്പറായിരുന്നു, MG മാർഗും. അത് കഴിഞ്ഞാൽ വലിയ ഗുമ്മൊന്നും പറയാനില്ല. ഇനി അടുത്ത ദിവസത്തെ യാത്രയാണ് നമ്മൾ കാത്തിരുന്നത്. നോർത്ത് സിക്കിമിലേക്കാണ് അടുത്ത ദിവസം പോയത്. ആ യാത്രയുടെ വിശേഷങ്ങളും കണ്ട കാഴ്ചകളുമൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കീപ് വാച്ചിങ് സാരംഗി സ്പീക്സ്. ടേക്ക് കെയർ. താങ്ക് യു.